നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. നവീകരിച്ച ചമ്പക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും ഹൈടെക് ലാബും ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. നീർക്കുന്നം ഗവൺമെന്റ് STV UP സ്കൂളിൽ നടന്ന അഴിമതിയിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. ആലപ്പുഴ സൗത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുവാൻ പാടില്ല എന്ന അറിവുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ. നവീകരിച്ച ചമ്പക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും ഹൈടെക് ലാബും ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച OP ബ്ലോക്കിന്റെയും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സജ്ജമാക്കിയ ഹൈടെക് ലാബിന്റെയും ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടും NHF ഫണ്ടും ഉപയോഗിച്ച് 57.90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് OP ബ്ലോക്കും ഹൈടെക് ലാബും നവീകരിച്ചത്. ജനറൽ OPക്ക് പുറമെ നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം, ഫിസിയോതെറാപ്പി, മാനസികാരോഗ്യ വിഭാഗം എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈടെക് ലാബ് കൂടി പ്രവർത്തന സജ്ജമായതോടെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തോമസ് K. തോമസ് MLA അധ്യക്ഷനായി. ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. 7 ഡോക്ടർമാരെ ഇവിടെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല. അതിനോടൊപ്പിച്ച് എല്ലാ സജ്ജീകരണമുള്ള ഒരു ലാബ് അത് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇതിനൊക്കെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ചെറുതായിട്ട് തോന്നും. കാരണം ഇപ്പം നമ്മുടെ പുളുങ്ങുന്ന താലൂക്ക് ഹോസ്പിറ്റലിന് കഴിഞ്ഞ ദിവസം പേപ്പറിൽ വന്നപ്പോൾ അതിനകത്ത് 106 കോടി രൂപ അനുവദിച്ചു താലൂക്ക് ഹോസ്പിറ്റലിൽ. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറയുന്നു അത് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പുറകെ ഓടുമ്പോൾ ഇതിൻ്റെ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥ നേരിട്ട് വന്ന് കാണണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, TG ജലജകുമാരി, അഗസ്റ്റിൻ ജോസഫ്, ഷീല സജീവ്, ജയശ്രീ വേണുഗോപാൽ, ശ്രീദേവി രാജേന്ദ്രൻ, മധു C. കുളങ്ങര, ഗോകുൽ ഷാജി, തോമസ് ജോസഫ്, സെക്രട്ടറി സാജുമോൻ പത്രോസ്, ഡോക്ടർ R. ഗായത്രി, ഡോക്ടർ കോശി C. പണിക്കർ, ഡോക്ടർ പാർവതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നീർക്കുന്നം ഗവൺമെന്റ് STV UP സ്കൂളിൽ നടന്ന അഴിമതിയിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. ഉപരോധ സമരം വാക്കുതർക്കത്തിലായതോടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമ്പലപ്പുഴ നീർക്കുന്നം ഗവൺമെന്റ് STV UP സ്കൂളിലെ അനധികൃത പണപ്പിരിവിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. ഉച്ചഭക്ഷണ പദ്ധതിയിലും സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രകാരം നൽകുന്ന മുട്ടാപ്പാൽ വിതരണത്തിലും ഗുരുതര ക്രമക്കേടുകൾ സ്കൂളിൽ നടക്കുന്നതായും കുട്ടികളിൽ നിന്നും മറ്റു സ്വകാര്യ വ്യക്തികളിൽ നിന്നും അനധികൃതമായി പണപ്പിരിവ് നടത്തുകയും ഇതിലൂടെ ലക്ഷങ്ങളുടെ അഴിമതിയും ക്രമക്കേടും നിത്യസംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടിയും അഴിമതി നടത്തിയവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. ഗുരുതരമായ ആരോപണത്തിന്റെ വസ്തുതകൾ പരിശോധിക്കണമെന്നും അന്വേഷണം വിജിലൻസിനെ ഏൽപ്പിക്കണമെന്നും KSU ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഉപരോധ സമരം വാക്കുതർക്കത്തിൽ കലാശിച്ചതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടങ്ങി. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദിത്യൻ സാനു, സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസിൽ ജലീൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് നായിഫ് നാസർ, ആര്യ കൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ വിഷ്ണു പ്രസാദ്, നവനീത്, ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ സൗത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ചടങ്ങിൽ അധ്യക്ഷയായി. സഹകരണ മേഖലയിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഏത് കാര്യം അറിയാൻ പറ്റും. അങ്ങനെയുണ്ട് നമ്മുടെ സഹകരണ മേഖലയിൽ അത് കാണാൻ പറ്റും. നെഗറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ കാണാം, പോസിറ്റീവായി ചെയ്യുന്നവരെ കാണാൻ പറ്റും. ഈ രണ്ട് ഭാഗവും തിരിച്ചറിഞ്ഞാലുള്ള ഗുണം ഏത് കാര്യം തെറ്റായി പോകാനിടയുണ്ട്, തെറ്റായി വരാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തെറ്റായി സഞ്ചരിക്കാതെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണവുമുള്ളത്. ഈ ബാങ്ക്
നമുക്കെല്ലാം അറിയുന്ന പോലെ പഴയ ഒരു മെച്ചമായ ഒരു പ്രതാപകാലം നമുക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് നല്ല പ്രയാസത്തിൽ ഈ സംഘം മാറുന്ന അവസ്ഥ വന്നു. പിന്നീട് VS ഗവൺമെന്റ് സമയത്ത് ബഹുമാനായിട്ടുള്ള ശ്രീ G. സുധാകരൻ അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ അന്ന് നടന്നു. അതെനിക്ക് തോന്നുന്നു വിജയൻ സാറായിരുന്നു അതിന്റെ പ്രസിഡന്റ് എന്ന് എനിക്ക് തോന്നുന്നു. നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വാടക്കനാലിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സൗത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും പ്രതിമാസ സമ്പാദ്യ പദ്ധതി ആദ്യ തവണ സ്വീകരിക്കലും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുബിന നിർവഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 6 നഗരസഭയിലെ 7 വാർഡുകൾ അടങ്ങുന്നതാണ് ബാങ്കിന്റെ പ്രവർത്തന മേഖല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബ രാഗേഷ്, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ A. ഓമനക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, നഗരസഭാ കൌൺസിലർ സൗമ്യ രാജ്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VN വിജയകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രീതി ജയശങ്കർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് K. ആനന്ദൻ, ബാങ്ക് സെക്രട്ടറി PP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് PU ശാന്താറാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുവാൻ പാടില്ല എന്ന അറിവുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പറഞ്ഞു. കൂട്ട ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ബോട്ടിൽ പ്ലാസ്റ്റിക് ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുവാൻ പാടില്ല എന്ന അറിവുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പറഞ്ഞു. ആലപ്പുഴ നഗരസഭ കൈതവന പഴവീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ട ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോട്ടിൽ പ്ലാസ്റ്റിക് ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകൾ ഹരിത സ്കൂളുകളായി മാറുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സ്കൂളുകളും അല്ലാതെ വരുന്ന സ്കൂളുകളും 44 സ്കൂളുകൾ ഹരിത സ്കൂളുകളായി നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. വെറുതെ ഒരു പ്രഖ്യാപനമല്ല നമ്മൾ നടത്തുന്നത്. ഓരോ സ്കൂളിലും അത്തരത്തിൽ ജൈവ മാലിന്യം അജൈവ മാലിന്യം വേർതിരിച്ച് അത് കൊടുക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ സ്കൂളിലെ അധികൃതരും കുട്ടികളും അടക്കം ചേർന്ന് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റികൾ അടക്കം ഈ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന നമുക്കറിയാം ഇപ്പോഴും നഗരസഭയുടെ നേതൃത്വത്തിൽ 44ഓളം സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും മാലിന്യം തരംതിരിച്ച് ജൈവവും അജൈവവുമായി നിക്ഷേപിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകി. എന്നാൽ ഇന്ന് മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന പ്രവണത തുടരുന്നതായും അത് പൂർണ്ണമായും ഒഴിവാക്കുവാൻ നമുക്കാകണമെന്നും KK ജയമ്മ കൂട്ടിച്ചേർത്തു. നല്ല നാളേക്കായി നാടിനൊപ്പം വലിച്ചെറിയരുത് തിരിച്ചറിയണമെന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ചടങ്ങിൽ കൂട്ട ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് V. ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ R. രമേശ്, C. അരവിന്ദാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി. സൊസൈറ്റി സെക്രട്ടറി VR. രജികുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഗിരീഷ് കുമാർ, ടോജി V. സുരേഷ് കുമാർ, U. അജിത് കുമാർ, PJ ഷിജി, K. പ്രതീഷ്, R. ദീപുരാജ്, സുബി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കുമാരി സ്നിഗ്ധ ചടങ്ങിൽ മാലിന്യ സംസ്കരണ സന്ദേശം നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആശുപത്രി കെട്ടിടം മന്ത്രി P. രാജീവ് നാടിന് സമർപ്പിച്ചു. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. തോട്ടപ്പള്ളി മേഖലയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുമെന്നുള്ള തീരുമാനം സർക്കാർ എടുത്തത്. ആ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി അവരകത്ത് ധാതുക്കൾ കൂടി ഉള്ളത് കൊണ്ടാണ് KMML ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മണൽ അവിടെ നിന്ന് എടുത്ത് ഖനനം ചെയ്ത് കമ്പനിയുടെ റോ മെറ്റീരിയലായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നാടിന്റെ സമ്പദ്ഘടനയ്ക്ക് സഹായകരമാണ്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് ഈ പദ്ധതി ഏറെ സഹായകരമായിട്ടുണ്ട്. കുട്ടനാട് മേഖലയെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ ഈ തീരുമാനം സഹായകരമായിട്ടുണ്ടെന്നാണ് മിക്കവാറും എല്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ KMML, IREL എന്നിവയുടെ CSR ഫണ്ടിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ ചെലവിൽ പൂർത്തീകരിച്ച ആശുപത്രി കെട്ടിടം മന്ത്രി P. രാജീവ് നാടിന് സമർപ്പിച്ചു. പുറക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകൾ നിലയിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. മന്ത്രി P. രാജീവ് ഓൺലൈനായിട്ടാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, പ്രിയ അജേഷ്, അംഗങ്ങളായ D. മനോജ്, D. ശ്രീദേവി, ഉദ്യോഗസ്ഥരായ D. കാർത്തികേയൻ, ബിമൽ ജോഷി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
നീർക്കുന്നം കവലയിൽ പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിന് തുടക്കമായി. 1,64,00,000 രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. സന്ദർഭത്തിൽ ഏതെല്ലാം കാലത്തുണ്ടായി എന്ന കാര്യം നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. ഒന്നോ രണ്ടോ ചെറിയ പൈസ മുടക്കിയുള്ള വികസന കാര്യമല്ല. ഇപ്പോൾ നിർമ്മിക്കുന്ന കവലയിൽ പാലവും റോഡും കൂടി ചേർത്താൽ 1,64,00,000 രൂപയാണ് ഈ രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. ആദ്യം ഒരു ചെറിയ ബോക്സ് കലവട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നെ മാറ്റി കുറച്ച് വലിയ പാലമാക്കി മാറ്റി. നമ്മൾ ഈ 1,64,00,000 ഞാനിപ്പോൾ റോഡും പാലവും മാത്രമാണ്. ബാക്കി 2 റീച്ചിൽ KLDC വഴി നമ്മൾ പാടശേഖരത്തിന്റെ പുറം ബണ്ട്, നാലുപാടത്തിന്റെ തെക്കേ ബണ്ടായ കവലയിൽ നിന്ന് കിഴക്കോട്ടുള്ള തോട്ടക്കരയ്ക്ക് പോകുന്ന റോഡായി ഫോം ചെയ്യപ്പെടുന്ന ഭാഗം 2 വർക്കിൽ ഏതാണ്ട് 3.5 കോടി രൂപയോളമാണ്. 4,06,00,000 റിവൈസ് ചെയ്തപ്പോൾ 4,06,00,000 അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നീർക്കുന്നം കവലയിൽ പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിന് തുടക്കമായി. നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഈ ഭാഗത്ത് സഞ്ചാരയോഗ്യമായ റോഡും 7-8 വാർഡുകളെ തമ്മിൽ വേർതിരിക്കുന്ന തോടിന് കുറുകെ പാലവും എന്നാവശ്യം. അസുഖബാധിതരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. ഇതിനെ തുടർന്നാണ് H. സലാം MLA നിർദ്ദേശാനുസരണം പൊതുമരാമത്ത് വകുപ്പ് 1.64 കോടി രൂപ പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണത്തിന് അനുവദിച്ചത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കഞ്ഞിപ്പാടം പൊട്ടത്തറയിലും അതുവഴി AKG ജംഗ്ഷനിലും വേഗത്തിലെത്താനാകും. സമീപത്തെ 4 പാടം പാടശേഖരത്തിന്റെ തെക്കേപ്പുറം ബണ്ടിൽ KLDC അനുവദിച്ച 4.36 കോടി രൂപ ചെലവിൽ കൽക്കെട്ട് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. H. സലാം MLA റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖാമോൾ സനിൽ, വി. ധ്യാനസുധൻ, അംഗങ്ങളായ അനിത സതീഷ്, ആശ സുരാജ്, സുനിത പ്രദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാഘോഷം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ എല്ലാ കോണിലേക്കുമുള്ള മനുഷ്യരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിലൂടെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അത് പടിപടിയായി വളർന്ന് നമുക്ക് ഇന്ന് ഏറ്റവും നൂതനമായ വലിയ പ്ലാറ്റ്ഫോമുകളായി മാറുന്ന കമ്മ്യൂണിക്കേഷന്റെ അനന്തമായ സാധ്യതകൾ ഇന്ന് നമ്മുടെ ലോകത്തെ കാണുന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാഘോഷം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ST കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മലയാള വിഭാഗം മേധാവി S. അജയ്കുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, പ്രിൻസിപ്പൽ ഡോക്ടർ VR പ്രഭാകരൻ നായർ, നിരൂപകൻ ഡോക്ടർ ജോസഫ് സ്കറിയ, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ജെയിംസ് ഷാമുവൽ, യൂത്ത് കോർഡിനേറ്റർ ജാക്സൺ പീറ്റർ എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ്, ഉപന്യാസ രചനാ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B. ഷീജ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരിച്ച ചമ്പക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും ഹൈടെക് ലാബും ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. നീർക്കുന്നം ഗവൺമെന്റ് STV UP സ്കൂളിൽ നടന്ന അഴിമതിയിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു. ആലപ്പുഴ സൗത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുവാൻ പാടില്ല എന്ന അറിവുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.